നമസ്കാരം, ഞാൻ ഡോക്ടർ സുശാന്ത്, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, SUT ഹോസ്പിറ്റൽ പട്ടം. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് പാർക്കിൻസോണിസം എന്ന രോഗത്തെ പറ്റിയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങളെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പാർക്കിൻസോണിസം. അപ്പോൾ ഇത് പ്രായാധിക്യം മൂലം നമ്മുടെ ബ്രെയിനിനുള്ളിലെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂറോൺസ് നശിക്കുന്നത് മൂലമാണ് പാർക്കിൻസോണിസം ഉണ്ടാകുന്നത്. ഇതിനെ ഇഡിയോപ്പതിക് പാർക്കിൻസോണിസം എന്ന് പറയും. അതുകൂടാതെ തലച്ചോറിലുണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, പ്രത്യേകിച്ച് ബോക്സേഴ്സിൽ അവർക്ക് ഭാവിയിൽ പാർക്കിൻസോണിസം വരാം. കീടനാശിനികൾ, ഓർഗാനോഫോസ്ഫേറ്റ്സ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് എക്സ്പോഷർ, അതായത് ഡീപ്പ് വെല്ലൊക്കെ വർക്ക് ചെയ്യുന്നവർ, അവരിലൊക്കെ ഭാവിയിൽ പാർക്കിൻസോണിസം വരാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ ഉള്ളവരിൽ രക്തക്കുഴലുകളെ ചെറിയ ചെറിയ സ്ട്രോക്കുകൾ വന്നാൽ അത് നമ്മുടെ ചലനത്തെ ബാധിക്കുന്ന ഭാഗത്താണ് വരുന്നതെങ്കിൽ അവർക്കും പാർക്കിൻസോണിസം വരാം. ഇതിനെ വാസ്കുലർ പാർക്കിൻസോണിസം എന്ന് പറയും. പ്രധാനമായിട്ടും 4 ലക്ഷണങ്ങളാണ് പാർക്കിൻസോണിസത്തിനുള്ളത്. അതിലേറ്റവും പ്രധാനം വിറയൽ. പ്രത്യേകിച്ച് രോഗി വിശ്രമാവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വശത്ത് കയ്യിലോ കാലിലോ ആയിരിക്കും വിറയൽ ആദ്യമായിട്ട് വരുന്നത്. രോഗം മൂർച്ഛിക്കുന്നതനുസരിച്ച് ഇത് മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് കൈകാലുകളെയും ബാധിക്കുകയും ചെയ്യും. രണ്ടാമത്തത് സ്റ്റിഫ്നെസ്. എല്ലാ ജോയിൻസും അനക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർക്കുണ്ടാകാം. മൂന്നാമതായിട്ട് എല്ലാ കാര്യങ്ങളിലുള്ള ഒരു പതുക്കം, പഴയ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. നാലാമത് നമുക്ക് ബാലൻസ് ഇല്ലായ്മ. ഇരുന്നിട്ട് എണീക്കുമ്പോൾ പുറകോട്ട് വീഴാനുള്ള സാധ്യത, അല്ലെങ്കിൽ നിരപ്പല്ലാത്ത സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ വീഴാനുള്ള സാധ്യത. ഇത് 4മാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇതുകൂടാതെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ്, അക്ഷരങ്ങളുടെ സൈസ് വളരെ കുറഞ്ഞു വരാം. നടക്കുമ്പോൾ നമ്മൾ സാധാരണ കൈകൾ ആട്ടിയാണ് നടക്കുന്നത്. അതേസമയം പാർക്കിൻസോണിസം രോഗികൾ നടക്കുമ്പോൾ ഒരു പ്രതിമ പോലെയാണ്, കൈകൾ ആട്ടാതെ ആയിരിക്കും നടക്കുന്നത്. അതുപോലെ മുഖത്തുള്ള പേശികളുടെ ദൃഢത മൂലം അവർക്ക് എക്സ്പ്രഷൻസ് കൃത്യമായി പറ്റത്തില്ല. ഇപ്പോൾ കരച്ചിലാണോ ചിരിയാണോ എന്നൊക്കെ ഉള്ളത് മറ്റുള്ളവർക്ക് അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ആദ്യമായി ഇതിൻ്റെ ഡയഗ്നോസിസ്, അത് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. വാസ്കുലർ പാർക്കിൻസോണിസം ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് CT യോ MRI യോ നമുക്ക് എടുത്തു നോക്കാം. ഇതിൻ്റെ ഡോപ്പമിൻ്റെ അഭാവം മൂലമാണ് ഈ ഒരു രോഗം വരുന്നത്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും നമുക്ക് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിൽ സ്റ്റേജ് 1 എന്ന് പറയും. അതിൽ നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നതിനോട് രോഗം കൃത്യമായി അതിനോട് പ്രതികരിക്കുകയും രോഗലക്ഷണങ്ങൾ കുറയുകയും ചെയ്യും. എന്നാൽ കാലം കൂടുന്നതനുസരിച്ച് ഒരു 5-7 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ മരുന്നുകളോടുള്ള പ്രതികരണം കുറയും. അപ്പം ഇതിന് ചില സമയത്ത് മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴയ രോഗാവസ്ഥ വരികയും ചെയ്യും. അപ്പോൾ രോഗികൾ കൃത്യമായി അവർക്കൊരു ഡയറി കീപ്പ് ചെയ്താൽ ഈ മരുന്നുകളുടെ അളവും അത് കൊടുക്കുന്ന ഫ്രീക്വൻസിയും ഭാവിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ മരുന്നുകൾ കൂടാതെ ഇതിനൊരു സർജിക്കൽ പ്രതിവിധി കൂടെയുണ്ട്. അത് ഈ വിറയലോ അല്ലെങ്കിൽ ഈ സ്റ്റിഫ്നെസ്സോ ഒക്കെ നമുക്ക് മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കാതിരുന്നാൽ തലച്ചോറിനുള്ളിൽ ഒരു സ്റ്റിമുലേഷൻ, ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയും. ഇലക്ട്രോഡ്സ് വെച്ചിട്ട് നമ്മൾ സാധാരണ ഹാർട്ടിൽ പ്രൈസ് മേക്കർ വെക്കുന്ന പോലെ ഇലക്ട്രോഡ്സ് വെച്ചിട്ട് ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന ചികിത്സാ രീതിയും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ മരുന്നുകളുടെ ആ ഒരു ഡോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിനോടൊപ്പം തന്നെ പ്രധാനമാണ് എക്സസൈസ്, പ്രത്യേകിച്ച് സൈക്ലിംഗ് പോലുള്ള എക്സസൈസ്. പേശികളുടെ ദൃഢത കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ സന്ധികളും മൂവ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസും ഇതിനോടൊപ്പം പ്രധാനമാണ്.